സ്വഭാവമുണ്ട്. സ്വർണ്ണക്കടയില്ലേ, ഗോൾഡ് മാർക്കറ്റില്ലേ, സ്വർണ്ണ കച്ചവടം നടത്തുന്നവരില്ലേ, അവർക്ക് ഞങ്ങള് മുൻകൂട്ടി 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. എന്തേ? അവിടെ ഒരു നിബന്ധനയുണ്ട്. ഇന്ന് എനിക്ക് സ്വർണം വേണ്ട, ഈ മാസത്തിൽ എനിക്ക് സ്വർണം വേണ്ട, എന്റെ മകളുടെ കല്യാണ സമയത്താണ് എനിക്ക് സ്വർണം വേണ്ടത്. പക്ഷെ ഇന്ന് ഏത് റേറ്റിലുണ്ടോ അതേ റേറ്റിൽ എനിക്ക് സ്വർണം കിട്ടണം. കൂടിയാൽ കൂട്ടാൻ പറ്റൂല, അതുകൊണ്ട് 2 ലക്ഷം കൊടുക്കുന്നു. ഇങ്ങനെ മാസത്തിലോ ആണ്ടിലോ ഓരോ ലക്ഷം വീതം അടക്കുന്നൊരു പദ്ധതിയില്ലേ? അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ഇന്ന് ഞാൻ തരുന്ന അതേ റേറ്റിൽ എനിക്ക് തരണം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിങ്ങൾ കൊടുത്ത 2 ലക്ഷം 1 ലക്ഷം ഹദിയ അല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഹദിയല്ല അത് നിങ്ങൾ കൊടുത്തത് കടമാണ്. കടം കൊടുക്കുമ്പോ നിങ്ങളൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഒരു ഉപകാരം എന്ത്? തിരിച്ചു തരുമ്പോ ഇന്നത്തെ റേറ്റിൽ തരണമെന്നത്. അതും വട്ടിയല്ലേ, അതും പലിശയാകൂലേ? പരിഹാരം അതിന് പലതുമുണ്ട്. അത് ആലിമീങ്ങളോട് നിങ്ങൾ കേട്ട് പഠിച്ചു കൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോക്ക്, ഇത് നമുക്കറിയോ, ഇതും അക്ലുർ റിബയിൽ പെടൂലേ? അതുകൊണ്ട് വാളിന്ന് ചരിത്രം മാത്രം പറയുന്നതല്ല, ഒരൽപ്പം ഈമാനോടെ ഈ കാലത്ത് യുവാക്കളൊന്ന് ചിന്തിച്ചു വെക്കൽ നല്ലതാണ്. കാരണം സ്കീമുകൾ കൂടിയ കാലമാണിത്, ഡ്രാ സ്കീമുകൾ കൂടിയ കാലമാണിത്. സൂക്ഷിച്ചോ. ഹറാമിന്റെ മുതലു നിന്റെ ഭാര്യ മക്കളുടെ വയറ്റിലിടണ്ട. ഹറാമിന്റെ മുതലു നീ ആ ഹറാമിന്റെ വീട്ടിൽ താമസിക്കണ്ട. നീ ആ ഹറാമിന്റെ വണ്ടിൽ ഓടണ്ട. ഒരൊറ്റ സംഭവം കേൾക്കുമ്പോ വല്ലാത്ത കരയുകയാണ്, വല്ലാത്ത കരച്ചിലാണ് സിദ്ദീഖുൽ അക്ബർ. ഒരു ദുആ, ഒരു പ്രാർത്ഥന കേൾക്കുമ്പോ എന്തെന്നില്ലാത്ത കരച്ചിൽ. പ്രിയപ്പെട്ട യുവാക്കളെ, കേട്ടു നോക്കൂ നിങ്ങള്. ആ പേടിയാണ്, ആ ഓർമ്മയാണ്, ആ ഗൗരവമാണ് എന്റെയും നിങ്ങളെയും ഖൽബിൽ വരേണ്ടത്. ആരാണ് ദുആ ചെയ്യുന്നത്, കരയുന്നത് ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ഏത് പ്രാർത്ഥനയാണത്? സുബ്ഹാനല്ലാഹ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചറബ്ബേ, ഹിദായത്ത് ഈമാൻ തന്നതിന് പിറകെ നമ്മുടെ ഈമാൻ നീ ഊറല്ല അല്ലാഹ്, നമ്മുടെ ഖൽബ് നീ പകർത്തല്ല അല്ലാഹ്, നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ നീ തെറ്റിക്കല്ല അല്ലാഹ് എന്ന ആശയമുള്ള ആ ദുആ കേൾക്കുമ്പോ പൊട്ടി പൊട്ടി കരയുകയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. നമുക്ക് പേടിയുണ്ടോ? ഈമാനിനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഈമാനിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ ജീവിതത്തിനുള്ള സൗകര്യങ്ങൾ അതിനു വേണ്ടി ധാരാളം ദുആ ചെയ്യുന്നവരാണ് ഞങ്ങൾ, ദുആ ചെയ്യിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഒരു ഉസ്താദിനോടും ഒരു സംഭാവന കൊടുക്കുമ്പോ ഈമാൻ വളരെ ദൃഢമായി ഉണ്ടാകണമെന്ന ആ ഒരു വലിയ ആശയോടെ ആരെങ്കിലും ദുആ ചെയ്യിപ്പിക്കാറുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് മുത്തുനബിയുടെ പ്രാർത്ഥന, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കരച്ചിൽ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നമുക്ക് ആ പേടിയില്ല. അതുകൊണ്ട് ഈമാനിനെ കുറിച്ച് പേടിയില്ലാത്തയാൾ അവൻ മുനാഫിഖാണ്, മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. മുസ്ലിമാണോ? വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. മുസ്ലിമായ വ്യക്തിക്ക് ഈമാനിനെ കുറിച്ച് പേടിയുണ്ടാകൂ. നമുക്ക് നല്ല പേടിയുണ്ടാകണം. ഈമാനിനെ കുറിച്ച് ഈമാൻ പൊട്ടിപ്പോകോ? എന്തേ കാരണോ ഈമാൻ പൊട്ടിപ്പോകുന്നത്? ഒരു മുസ്ലിം അന്യധർമ്മത്തിലേക്ക് പോകൽ കൊണ്ട് മാത്രമല്ല. വളരെ പ്രധാനപ്പെട്ട വിഷയം. ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് മറ്റേ മതത്തിലേക്ക് പോകുന്നത് വഴി മാത്രമല്ല ഈമാൻ തെറ്റിപ്പോകുന്നത്. ചില അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങളുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ചില ചില്ലറയായി ഞങ്ങൾ കാണുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു മുസ്ലിമിന്റെ ഈമാൻ തെറ്റിപ്പോവുക.
അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ദഖീറത്തുൽ ഖൈർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈമാൻ തെറ്റിപ്പോകാനുള്ള 8 കാരണങ്ങൾ, 8 കാരണങ്ങളുണ്ട്. ഈമാൻ തെറ്റിപ്പോകാനുള്ള 8 കാരണങ്ങൾ. ആ 8 കാരണങ്ങൾ മാത്രം വളരെ സ്പീഡിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ആ 8 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, എന്റെ ഭാഗത്തിൽ അത് ഉണ്ടോ എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് തെറ്റി മാറി ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കോ 8 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അക്ലുർ റിബാ. ഒന്നാമത് മഹാന്മാർ കിതാബിൽ എന്നുന്നത് ഈമാൻ തെറ്റിപ്പോകാനുള്ള, ആഖിബത്ത് മോശമാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് അക്ലുർ റിബാ, പലിശ തിന്നുക, ബഡ്ഡി തിന്നുതു, ബഡ്ഡി വ്യവഹാര. ആ ബഡ്ഡി വ്യവഹാരമില്ലേ മോനെ, ഈമാനോടെ ശ്രദ്ധിച്ചോ, ആഖിബത്ത് നന്നാകൂല, ആഖിബത്ത് നന്നാകൂല, ഈമാൻ കിട്ടൂല. നീ ബഡ്ഡിയുമായി, നീ ഇൻട്രസ്റ്റുമായി, ബഡ്ഡിയുമായി ബന്ധപ്പെടുന്ന ആളോ, നിന്റെ ആഖിബത്ത് മോശമാകും. അല്ലാഹു കാക്കട്ടെ. അല്ല ഉസ്താദേ, അതിലിപ്പോ നമുക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾ ബഡ്ഡി കൊടുക്കുന്നവരല്ല, ബഡ്ഡിന് വേണ്ടി ഞാൻ കടം കൊടുക്കുന്നവനല്ല, ഞാൻ ബഡ്ഡി ഇടപാട് നടത്തുന്നവനുമല്ല, അതിലെനിക്ക് ധൈര്യമുണ്ട് എന്ന് വാള് പറയുന്ന എനിക്കും പറയാം, കേൾക്കുന്ന നിങ്ങൾക്കും പറയാം. കാരണം ഞങ്ങൾ വിചാരിച്ചത് ബഡ്ഡി എന്നാൽ എന്താണ്? ഒരാൾ കടം കൊടുക്കുന്നു, ആ കടം തിരിച്ചു മേങ്ങുമ്പോ ഒരൽപ്പം കൂട്ടി മേങ്ങുന്നു. അതല്ലേ ഞങ്ങൾ പഠിച്ച ബഡ്ഡി, അല്ലേ? അതല്ലേ ഞങ്ങൾ പഠിച്ചു വെച്ച ബഡ്ഡി. എങ്ങനെ ഒരാൾ കടം കൊടുക്കുന്നു, ആ കടം വാങ്ങുമ്പോ നിബന്ധന വെച്ചുകൊണ്ട് തിരിച്ചു വാങ്ങുമ്പോ കൂടുതൽ വാങ്ങിയെടുക്കുന്നു. അതാണ് ബഡ്ഡി എന്ന നമ്മുടെ ചിന്ത. തെറ്റല്ല, ശരിയാണത്. പക്ഷേ മുഅ്മിനീങ്ങളെ, അതിനപ്പുറവും ഞങ്ങൾ ചിന്തിക്കാനുണ്ട്. കുല്ലു ഖർളിന് ജറ മൻഫഅതൻ ഫഹുവ റിബാ. അങ്ങനെ കടം കൊടുക്കുന്നവൻ മാത്രമല്ല ബഡ്ഡി വാങ്ങുന്നത്. ഒരാൾ കടം കൊടുക്കുമ്പോ അതിനെ തിരിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ഉപകാരത്തെ നിബന്ധനയായി വെക്കുകയാണെങ്കിൽ അതും ബഡ്ഡിയാ. അറിയാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുന്നു, വിശദമായി നിങ്ങൾ ആലിമീങ്ങളോട് കേട്ടുപഠിക്കണം. ഈ ബഡ്ഡിയുമായി, ഇടപാടുമായി ബന്ധപ്പെട്ടത് ആരെന്തെങ്കിലും ഒന്ന് പറഞ്ഞതനുസരിച്ച് ചെയ്യേണ്ടവരെല്ലാം മുഅ്മിനീങ്ങൾ. ഫിഖ് ആഴമായി പഠിച്ച ധാരാളം ആലിമീങ്ങൾ നമ്മുടെ പരിസരത്തിലില്ലേ, അവരോട് കേട്ടുപഠിച്ചോ. ഉദാഹരണയിലേക്ക് ഞാൻ ചൂണ്ടുകാണിക്കുന്നത്, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. സ്വർണ്ണക്കടയില്ലേ, ഗോൾഡ് മാർക്കറ്റില്ലേ, സ്വർണ്ണ കച്ചവടം നടത്തുന്നവരില്ലേ, അവർക്ക് ഞങ്ങള് മുൻകൂട്ടി 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. എന്തേ? അവിടെ ഒരു നിബന്ധനയുണ്ട്. ഇന്ന് എനിക്ക് സ്വർണം വേണ്ട, ഈ മാസത്തിൽ എനിക്ക് സ്വർണം വേണ്ട, എന്റെ മകളുടെ കല്യാണ സമയത്താണ് എനിക്ക് സ്വർണം വേണ്ടത്. പക്ഷെ ഇന്ന് ഏത് റേറ്റിലുണ്ടോ അതേ റേറ്റിൽ എനിക്ക് സ്വർണം കിട്ടണം. കൂടിയാൽ കൂട്ടാൻ പറ്റൂല, അതുകൊണ്ട് 2 ലക്ഷം കൊടുക്കുന്നു. ഇങ്ങനെ മാസത്തിലോ ആണ്ടിലോ ഓരോ ലക്ഷം വീതം അടക്കുന്നൊരു പദ്ധതിയില്ലേ? അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ഇന്ന് ഞാൻ തരുന്ന അതേ റേറ്റിൽ എനിക്ക് തരണം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിങ്ങൾ കൊടുത്ത 2 ലക്ഷം 1 ലക്ഷം ഹദിയ അല്ല,
അങ്ങനെ ചിന്തിക്കരുത്. ഹദിയല്ലാതെ അത് നിങ്ങൾ കൊടുത്തത് കടമാണ്. കടം കൊടുക്കുമ്പോ നിങ്ങളൊരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഒരു ഉപകാരം എന്ത്, തിരിച്ചു തരുമ്പോ ഇന്നത്തെ റേറ്റിൽ തരണമെന്നത്. അതും വട്ടിയല്ലേ, അതും പലിശയാകൂലേ? പരിഹാരം അതിന് പലതുമുണ്ട്. അത് അലിമീങ്ങളോട് നിങ്ങൾ കേട്ട് പഠിച്ചു കൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോക്ക്, ഇത് നമുക്കറിയോ, ഇത് നമുക്കറിയോ, ഇതും അക്ലുർ റിബയിൽ പെടൂലേ? അതുകൊണ്ട് വാളിന്ന് ചരിത്രം മാത്രം പറയുന്നതല്ല, ഒരൽപ്പം ഈമാനോടെ ഈ കാലത്ത് യുവാക്കളൊന്ന് ചിന്തിച്ച് വെക്കൽ നല്ലതാണ്. കാരണം സ്കീമുകൾ കൂടിയ കാലമാണിത്, ഡ്രാ സ്കീമുകൾ കൂടിയ കാലമാണിത്. സൂക്ഷിച്ചോ. ഹറാമിന്റെ മുതലു നിന്റെ ഭാര്യ മക്കളുടെ വയറ്റിലിടണ്ട. ഹറാമിന്റെ മുതലു നീ ആ ഹറാമിന്റെ വീട്ടിൽ താമസിക്കണ്ട. നീ ആ ഹറാമിന്റെ വണ്ടിൽ ഓടണ്ട. ഇന്ന് ചില സ്കീമുകളില്ലേ മോനെ, ഞാൻ കൊടുക്കുന്നത് 1000 രൂപയാണ്, ഞാൻ കൊടുക്കുന്നത് 2000 രൂപ മാത്രമാണ്. 5 ലക്ഷത്തിന്റെ കാറാണ് എനിക്ക് ലഭിക്കുന്നത്, 10 ലക്ഷത്തിന്റെ കാറാണ് എനിക്ക് ലഭിക്കുന്നത്. ആ 10 ലക്ഷത്തിന് എത്രയാളുകൾ 2000 രൂപ വീതം കൊടുത്തിട്ടില്ലേ? അവരെ കൽബിലും ഒരു ആഗ്രഹമില്ലേ എനിക്ക് കിട്ടണമെന്നത്? മറ്റയാളുടെ കൽബിലും ആഗ്രഹമില്ലേ? അപ്പോ എന്റെ കയ്യിലുള്ള ആ വീട് എനിക്ക് 2000 രൂപ കൊടുത്ത് സ്കീമിൽ കിട്ടിയതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ 2000 രൂപ ആ വീട്ടിൽ ഉണ്ട് എന്ന കാര്യം ഈമാനുള്ള നിര്യയുള്ള ചെറുപ്പക്കാരെ മറന്നുപോകല്ലേ. അതാ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഞങ്ങൾ വിചാരിച്ചത് വട്ടി പലിശ എന്ന് പറയുമ്പോ ആ കടം കൊടുക്കുന്നു, തിരിച്ചു വാങ്ങുമ്പോ കൂടുതൽ തരുന്നു. അത് മാത്രമല്ല മോനെ, ഈമാൻ പൊട്ടിപ്പോകും. ഇത് ഞാൻ തമാശ പറയുന്നതല്ല. ഈമാൻ തെറ്റാനുള്ള ഒന്നാമത്തെ കാരണമായി മഹാന്മാരെന്നുന്ന കാര്യമാണിത്. ഉദാഹരണയിലേക്ക് ഒന്നും കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ പുതിയ മൊബൈൽ വാങ്ങുമ്പോ ഒരു 1,500 രൂപ അല്ലെങ്കിൽ 2,500 രൂപ ഇൻഷുറായിട്ട് അവരെടുക്കാറുണ്ട്. എന്തിനാണ്? അത് മൊബൈലിന്റെ പാർട്സിലേക്ക് വല്ല ബുദ്ധിമുട്ട് വന്നാൽ അതിന് പരിഹാരമാണെന്ന നിബന്ധനയോടുകൂടെയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഷുറുകൾ പോലും ഈമാനുള്ള ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ജല്ലല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? ആഖിബത്ത് നന്നാകും, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ വട്ടിയിൽ ഏർപ്പെടൂല, അറിയാത്ത നിങ്ങൾ ചെയിനിലോ മറ്റെന്തെങ്കിലും ഏർപ്പെടൂല. അറിഞ്ഞില്ലെങ്കിൽ കേട്ട് പഠിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇനി മുതൽ പോകേണ്ടതുണ്ട്. മോനെ, നീ ഹറാമിന്റെ പണം സമ്പാദിച്ചു, അതിൽ നീ നിന്റെ മക്കളുടെ വയറ് നിറക്കുകയാണെങ്കിൽ ആ മക്കൾക്ക് 3 ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നീ ഐബില്ലാത്ത മക്കളാക്ക് അല്ലാഹ്. വളരെ ഗൗരവത്തോടെ ഉമ്മമാർ കേൾക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ഭർത്താക്കൾ നിങ്ങളുടെ യുവാക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണിത്. ഒരൊറ്റ വട്ടിയുമായി ഹറാമിന്റെ മുതലുമായി എന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ട ഉമ്മമാർ, യുവതികൾ നിങ്ങളുടെ ഭർത്താക്കളോട്, നിങ്ങളുടെ ആണുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് കേട്ടോ? 3 തകരാറുകൾ ഉണ്ടാകും. ഈ വട്ടിയുമായി ഹറാമിന്റെ മുതൽ കഴിച്ച മക്കൾക്ക് 3 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്നോ ബുദ്ധിവൈകല്യം ഉണ്ടാകും. അല്ലാഹു കാക്കട്ടെ. ബുദ്ധിവൈകല്യം ഉണ്ടാകും. നമുക്ക് ജനിക്കുന്ന മക്കൾ, നമ്മുടെ മക്കൾക്ക് ബുദ്ധിവൈകല്യം ഉണ്ടാകും. എത്ര വലിയ വേദനയല്ല ഇത്, എത്ര വലിയ നൊമ്പരമല്ല ഇത്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം വന്ന് ബുദ്ധിവൈകല്യം ഉണ്ടായാൽ നമുക്കത് സഹിക്കോ? അപ്പൊ നാം അതിന് റെഡിയാകണ്ടേ? അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് റെഡിയാകണ്ടേ? അതിനുള്ള കാരണമാണ് ഹലാലല്ലാത്ത ഭക്ഷണം അവർക്ക് കൊടുക്കുക. ഒന്നോ
എന്തുകൊണ്ട് വൈകല്യമുണ്ടാകും. രണ്ടാമത് അംഗവൈകല്യമുണ്ടാകും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ചില അംഗാംഗಗಳಿಗೆ ಅಂಗವಿಕಲತೆ ಉಂಟಾಗಬಹುದು, ಹ್ಯಾಂಡಿಕ್ಯಾಪ್ಡ್ ಅല്ലെ, അംഗവൈകല്യമുണ്ടാകും. അത് ഈ ഹറാമായ ഭക്ഷണം ഈ സ്കീമിലൂടെയോ മറ്റെന്തെങ്കിലും പദ്ധതി വെച്ചിട്ടോ ഇന്ന് നടക്കുന്ന ഹറാമിയത്തുണ്ടല്ലോ, അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ഫലമാണ് അവരുടെ അംഗവൈകല്യം ഉണ്ടാവുക. അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ല, ചിന്തിക്ക നിങ്ങൾ. മൂന്നാമതൊരു കാര്യം, ചിന്താവൈകല്യം ഉണ്ടാകും. ചിലപ്പോ ചിന്തയിൽ മാനസികമായി ആ കുട്ടിക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ മൂന്നിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം. ഹറാം കഴിപ്പിച്ചതിന്റെ കാരണമാണത്. അതുകൊണ്ടാണ് നമ്മുടെ ആഖിബത്തിന് മോശമുണ്ടാകും, നമ്മുടെ ഈമാൻ തെറിച്ചു പോകാൻ കാരണമാകും, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അത് ബാധകമാകും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഉറച്ച പട്ടിയിലും അറിയാത്ത ഒരു ഇടപാട് ചോദിക്കാതെ പ്രിയപ്പെട്ട യുവാക്കൾ പോകരുത്. വയസ്സായ ആളുകളോടല്ല ഞാനിത് പറയുന്നത്. ഇന്നത്തെ ആധുനിക കാലത്തിലെ യുവാക്കളെ ദയവ് ചെയ്ത്, ഒരു പുതിയ ഇടപാടാണോ, ഒരു പുതിയ വഴിപാട്ടാണോ, ഒരു പുതിയ ബിസിനസ് ആണോ, ദയവ് ചെയ്ത് പള്ളിയിലെ ഖതീബ് ഉസ്താദിനോടൊന്ന് റൂമിൽ ചെന്നിട്ട് ഇതിന്റെ ഫിഖ് വശം എന്താണ്, ഇതിന്റെ ഫിഖ് ആശയം എന്താണ്, ഇസ്ലാമിന്റെ ധാരണ എന്താണെന്ന് ചോദിച്ച് പഠിച്ചേ നമുക്ക് തുടരാൻ പറ്റൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓതി വെച്ചില്ലേ ഞാൻ തുടക്കത്തിൽ, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان. ഈ ബഡ്ഡിയുമായി മുമ്പോട്ട് പോകുന്നവൻ, ബഡ്ഡി ഇടപാടുമായി പോകുന്നവൻ നാളെ മഹ്ശറയിലേക്ക് എണീറ്റ് പോകുമ്പോ പിശാചി ബാധയേറ്റവനെ പോലെയല്ലാതെ എണീറ്റ് പോകാൻ കഴിയൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് അവിടുത്തെ സവാജിരിൽ ഓർമ്മപ്പെടുത്തിയില്ലേ, ഇബ്നു ഹജർ തങ്ങളെ ചെറിയ കുട്ടിയായ കാലത്ത് ഉപ്പയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഖുർആൻ ഓതുമ്പോ അടുത്ത ഖബറിൽ നിന്ന് ഭീകരമായ ശബ്ദം കേൾക്കുന്നുണ്ട്. എവിടെ നിന്ന് വരുന്ന ശബ്ദമാണ്? അവസാനം കിട്ടിപ്പോയി. അത് ആ അടുത്ത ഖബറിലെ ഖബറാളിക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. ആ ഖബറാളി ആരാണെന്ന് ചോദിച്ചു, അന്വേഷിച്ചു. അവസാനം വിവരം കിട്ടി. ആ ഖബറിലുള്ളയാൾ ഫൈന്നഹു കാന താജിറ, ഒരു വ്യാപാരിയായിരുന്നു. ഫലമ്മാ കബിറ, ആ വ്യാപാരത്തിൽ ഉന്നതിയിലേക്ക് എത്തിയപ്പോ ആമല ബിർറിബാ. പരിസരത്ത് നമ്മുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദന്മാരെല്ലാം വരുന്നുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുക്കട്ടെ. പ്രഭാഷണം തുടങ്ങിയത് കൊണ്ട് ഞാൻ തന്നെ സ്വാഗതം ഓതുന്നു. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അപ്പോ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന നല്ല വ്യാപാരിയാണ്, പള്ളിയിലേക്ക് നിത്യമായി പോകുന്നയാളാണ്, ഒരൊറ്റ ജമാഅത്തും തെറ്റിക്കലില്ല, കൂടുതൽ സംസാരിക്കലില്ല. പക്ഷെ എന്ത് പറ്റിപ്പോയി? പട്ടി വ്യവഹാരം ചെയ്തു പോയി, പട്ടി ഇടപാടുകൾ ചെയ്തു പോയി. അതുകൊണ്ട് ഖബറിൽ അല്ലാഹു ഭീകരമായ ശിക്ഷ കൊടുത്തു. എപ്പോ? ഹത്താ ഫീ റമളാൻ, കോടാനുകോടി മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന പരിശുദ്ധ റമളാനിൽ, ഹത്താ ഫീ ലൈലത്തുൽ ഖദർ, ആ റമളാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിലാണ് ഈ സംഭവം. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എല്ലാ മനുഷ്യർക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഖബറിൽ ഭീകരതയുണ്ടാകും, ഖബറിൽ ഭയാനകമായ ശിക്ഷകൾ ഉണ്ടാകും. അക്ലുർ റിബാ, പട്ടി പലിശവുമായി ബന്ധപ്പെട്ടതിന്റെ കാരണമാണത്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ ഒരാളുടെ ഈമാൻ തെറ്റിപ്പോകാനുള്ള 8 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് അക്ലുർ റിബാ. ഞാനത് പറഞ്ഞു.